സൂര്യ പറഞ്ഞതും ഡെറി അതിനെക്കുറിച്ച് ആലോചിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ കുഞ്ഞുനാളിൽ അവർ തന്നോട് കാണിച്ച ഓരോന്നുമായിരുന്നു. തന്നെ ഒറ്റ രാത്രി കൊണ്ട് ആരുമില്ലാതാക്കിയത്, തന്നെ അനാഥനാക്കിയത്, അതും സ്വത്തിനു വേണ്ടി. തൻ്റെ വേണ്ടപ്പെട്ടവരെയെല്ലാം തനിക്ക് നഷ്ടമാകാൻ കാരണക്കാർ. അവരോട് എങ്ങനെ തനിക്ക് ക്ഷമിക്കാനാകും? ഒരിക്കലുമില്ല. തനിക്കതിന് കഴിയില്ല. ഓരോന്നോർത്തുകൊണ്ട് ഡെറി അങ്ങനെ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവർ ഓരോ വിശേഷം പറഞ്ഞിരിക്കുമ്പോഴും ഡെറിയുടെ മനസ്സ് ഭൂതകാലത്തിലായിരുന്നു. അവൻ അനുഭവിച്ച ഓരോന്നും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരുവൾ അവൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അവനെ സ്വന്തമാക്കാനായിട്ട്. വർഷങ്ങളായിട്ടുള്ള അവനെന്ന ആ ഭ്രാന്തിനെ സ്വന്തമാക്കാൻ അവൾ കാത്തിരിക്കുകയാണ്, അവൻ്റെ തിരിച്ചുവരവനായിട്ട്. പതിവ് പോലെ രാത്രി ആഹാരമെല്ലാം കഴിഞ്ഞ് റൂമിൽ ഇരിക്കുകയായിരുന്നു പാറു. ഡെറിക്ക് അത്യാവശ്യമായി ഒരു വീഡിയോ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഓഫീസ് റൂമിലേക്ക് പോയി. പാറു ഓരോന്നാലോചിച്ചുകൊണ്ട് ബേ വിൻഡോ അവിടെയായി ഇരിക്കുകയാണ്. വെറുതെ പുറത്തെ നിലാവ് നോക്കി അവൾ അങ്ങനെ തന്നെ ഇരുന്നു. സമയം വീണ്ടും കടന്നുപോയി. മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ അവൾ അങ്ങനെ തന്നെ ഇരുന്നു ഏറെ നേരം. ഡെറി തിരികെ റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലെ ഡോർ അടച്ചു. എന്നാൽ അവൻ റൂമിലേക്ക് വന്നതൊന്നും അറിയാതെ അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾ കാര്യമായിട്ട് എന്തോ ആലോചനയിലാണ് എന്ന്. അവൻ അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്കായി ചുവട് വെച്ച്. അപ്പോഴും ഇതൊന്നും അറിയാതെ അവൾ ആ ഇരുത്തം തന്നെ തുടർന്നു. അവളെയൊന്ന് നോക്കിക്കൊണ്ട് അവനും അവളുടെ അടുത്തായി ഇരുന്നു. അവൻ്റെ സാമീപ്യം അടുത്തറിഞ്ഞതും അവൾ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. അവനും ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചു. എന്താണ് എൻ്റെ പാറു, കാര്യമായ എന്തോ ആലോചനയിലാണല്ലോ. എന്താണ് ഈ ആലോചിച്ചു കൂട്ടുന്നത്? അവൻ അവളെ മൂർധാവിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഇച്ഛായ, എന്താടാ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? നമ്മൾക്കിടയിൽ ഇങ്ങനെയൊരു അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ കാര്യം? അത് ഇച്ഛായ, ഒരു സംശയം. എന്ത് സംശയം? ഇവിടെ ഒരാളുടെ വരവറിയിച്ചോ എന്നൊരു സംശയം. അവൾ അവൻ്റെ ഇടത് കൈ അവളുടെ വയറിലേക്ക് വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെറുചിരിയോടെ പറഞ്ഞു. പാറു, സത്യാണോ? ചെറിയൊരു സംശയം. നാളെ ദേവുവിനെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. എന്നിട്ട് കൺഫേം ചെയ്യിപ്പിക്കാം. അതിനു മുന്നേ ഇച്ചായനോടൊന്ന് പറയണമെന്ന് തോന്നി. റിസൾട്ട് എന്താണെങ്കിലും സാരമില്ല, അത് നമ്മൾ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യും. അവൾ കാര്യങ്ങൾ വിശദീകരിച്ചതും അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാളെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതോർത്ത് അവൾ സങ്കടപ്പെടരുത് എന്ന് കരുതിയാണ്. അവളുടെ സങ്കടം തനിക്കൊരിക്കലും കണ്ടു നിൽക്കാനാവില്ല. എന്താണേലും നോക്കാം. അത്രയും അവനോടായി പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ? ഇപ്പോൾ തന്നെ സമയം ഒത്തിരിയായി. വേണ്ട, ഇങ്ങനെ ഇരുന്നാൽ മതി. എൻ്റെ പാറു, നിൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. അത് കണ്ട് ഒരു ചിരിയോടെ അവളെയും ചേർത്ത് പിടിച്ച് അവനോരോ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. വാഷ്റൂമിലെല്ലാം പോയി തിരികെ റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് അവളുടെ ബെഡിൽ അവളുടെ വരവും കാത്തു കിടക്കുന്ന സൂര്യയെയാണ്. ഈ സമയത്ത് അവനെ അവിടെ കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകളൊന്ന് കൂർത്തു. അത് കണ്ട് എങ്കിലും കാണാത്ത പോലെ നടിച്ചു കിടന്നു അവൻ. എന്താ പതിവില്ലാതെ ഈ സമയത്ത് ഇവിടെ? ടവൽ സ്റ്റാൻഡിലേക്ക് വിരിച്ചിട്ടുകൊണ്ട് ബെഡിലിൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന് അവൾ അവനോടായി ചോദിച്ചു. എന്നാൽ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ ദേഹത്തേക്കിട്ട് അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇതെല്ലാം പെട്ടെന്ന് നടന്നതായതുകൊണ്ട് അവളൊരു പകപ്പോടെ അവനെ നോക്കി. എന്നാൽ അവൻ്റെ നോട്ടം തന്നിലാണ് എന്ന് കണ്ടതും അവളുടെ ഉടലൊന്ന് വിറച്ചു. സൂര്യേട്ടാ, അവളൊരു വിറയിലോടെ അവനെ വിളിച്ചു. എന്താ ഈ കാണിക്കുന്നേ? മാറ്, എനിക്ക് പോണം. എവിടേക്കാണ്? എൻ്റെ ദൈവൂട്ടിക്ക് പോവേണ്ടത്. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞു മുടികളെ അവളുടെ ചെവിക്ക് പിറകിലായി വെച്ചുകൊണ്ട് അവൻ അവളോടായി ചോദിച്ചു. അത് ആരേലും കാണും. ആര്? ഇവിടെ ആകപ്പാടെ ഉള്ളത് നമ്മൾ 4 പേരാണ്. ഡെറിയും പാറും അവരുടെ റൂമിലാണ്. അവർ കണ്ടാലും ഒന്നും പറയില്ല. അതോർത്ത് നീ പേടിക്കണ്ട. അത്രയും അവളോടായി പറഞ്ഞുകൊണ്ട് അവളുടെ മൂർധാവിലായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തായി അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു. അവളും കൂടുതൽ അവനോട് ചേർന്ന് കിടന്നു. ഇരുവരും പതിയെ നിദ്രയിലായി.
നാളെ അവർക്കായി കാത്തുവെച്ചേക്കുന്നത് എന്താണെന്നറിയാതെ ഇരുവരും അവരുടെ പാതിയെ ചേർത്ത് പിടിച്ച് കിടന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ചെറിയ രീതിയിൽ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പാറുവിന്. അപ്പോൾ തന്നെ സംശയം തോന്നി ദേവുവിനോട് കാര്യം പറഞ്ഞു. ദേവു അന്നേരം പാറുവിൻ്റെ ബോഡിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്തു. അത്യാവശ്യം വീക്കായിരുന്നു അവളുടെ ബോഡി. എന്നാലും ഒന്ന് ഉറപ്പിക്കാനായി ദേവു പാറുവിൻ്റെ ബ്ലഡ് ഒന്നെടുത്ത് അത് ടെസ്റ്റ് ചെയ്യാനായി ലാബിലേക്ക് കൊടുത്തു വിട്ടു. സൂര്യ ഹോസ്പിറ്റൽ വിളിച്ച് പറഞ്ഞ പ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്നിരുന്നു അത് കളക്ട് ചെയ്യാനായിട്ട്. പിന്നെ അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു എല്ലാവർക്കും. ഏകദേശം അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വന്നു. മെയിൽ വന്നു. അവൾ ആകാംക്ഷയോടെ അത് തുറന്നു നോക്കിയതും പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതും ദേവുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അതേ സന്തോഷത്തോടെ ദേവു പാറുവിനെ കെട്ടിപ്പിടിച്ചു. ഗുഡ് ന്യൂസ് പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. കൺഗ്രാറ്റ്സ് മാൻ. സന്തോഷമുള്ള വാർത്ത കേട്ടതും സൂര്യ ഡെറിയെ പുണർന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ അവൻ അങ്ങനെ തന്നെ നിന്നു. എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ അവസ്ഥ മനസ്സിലായതും സൂര്യ അവനെ ചേർത്ത് പിടിച്ചു. എനിക്ക് സന്തോഷമായി ശ്രീ. ഞാൻ എന്താണേലും പോയി കുറച്ച് മധുരം എടുത്തു കൊണ്ടുവരാം. നമ്മൾക്ക് ഈ സന്തോഷ വാർത്ത ഒന്ന് ആഘോഷിക്കണ്ടേ? സൂര്യേട്ടാ, ഒന്ന് എൻ്റെ കൂടെ വന്നേ. അവരെ ആ നിമിഷമൊന്ന് തനിച്ചു വിടാൻ വേണ്ടി ദേവു പറഞ്ഞതും സൂര്യ അവളെ കൂട്ടി അകത്തേക്ക് പോയി. അവർ പോയെന്ന് കണ്ടതും പാറു ആ നിമിഷം തന്നെ അവനെ ഇറുകി പുണർന്നു. എത്ര പുണർന്നിട്ടും മതിയാവാത്ത പോലെ അത്രയും ഇറുക്കി. ഡെറിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ആ നിമിഷം അവനും എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. പാറു. ഇരുവരുടെയും ഇടയിലുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഡെറി ആർദ്രമായി അവളെ വിളിച്ചു. ഇച്ചായ. അവൾ ചെറുതായി വിതുമ്പിക്കൊണ്ട് വിളിച്ചതും അവൻ അവളെ മുറുകെ പുണർന്ന് മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. ആ നിമിഷം ഇരുവർക്കും എന്ത് പറയണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അത്രയേറെ രണ്ടുപേരും ആ നിമിഷം സന്തോഷിക്കുന്നുണ്ടായിരുന്നു. ആ മതി മതി, ഇനി നമ്മൾക്ക് ഈ സന്തോഷത്തിന് മധുരം കഴിച്ചിട്ടാവാം ബാക്കി. കുറച്ച് സ്വീറ്റ്സ് അടങ്ങിയ പ്ലേറ്റായി അവിടേക്ക് വന്നുകൊണ്ട് ദേവു അവരോടായി പറഞ്ഞു. അവിടെ പുറകെ ഒരു ചിരിയോടെ സൂര്യയും. രണ്ടുപേരും അങ്ങോട്ടേക്കിരിക്കെ, എന്നിട്ട് ചേട്ടായി തന്നെ അവൾക്ക് ആദ്യം കൊടുക്ക്. അവിടെയുള്ള സോഫ ചൂണ്ടി ദേവു പറഞ്ഞതും ഇരുവരും ഒരു ചിരിയോടെ അവിടെ ഇരുന്നു. പിന്നെ ഡെറി തന്നെ ആദ്യം അതിൽ നിന്നൊരു ലഡു എടുത്ത് അവൾക്ക് നൽകി. പുറകെ തന്നെ സൂര്യയും ദേവുവും ഇരുവർക്കുമായി നൽകി. ഇനി തൊട്ട് ഇവളുടെ കംപ്ലീറ്റ് കാര്യം നീ നോക്കണേ. ഒന്നാമത്തെ ഫുഡ് കഴിക്കാൻ മടിയാണ് ഇവൾക്ക്. പിന്നെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ കൂടി ആകുമ്പോൾ പറയണ്ട. ഡെറി പാറുവിനെ ഒന്ന് നോക്കി കണ്ണുരുട്ടി ദേവുവിനോടെ പറഞ്ഞതും പാറു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചേട്ടായി. ഇനി ഇവളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. അത് എൻ്റെ ഡ്യൂട്ടിയാണ്. നാട്ടിലോട്ട് പോയാൽ പിന്നെ അമ്മയും അമ്മൂമ്മയും ഇവളെ ഇടം വലം തിരിയാൻ അനുവദിക്കില്ല. ചേട്ടായി ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട, ഞാൻ ഏറ്റു. ദേവു പറഞ്ഞു നിർത്തിയതും പാറു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്നാൽ അത് കണ്ടതായി പോലും ദേവു ഭാവിച്ചില്ല. അവളുടെ മടി എത്രത്തോളം ഉണ്ട് എന്ന് ദേവുവിന് നന്നായി അറിയാം. പിന്നെയും അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് അവിടെ ഇരുന്നു. വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അറിയാതെ അവർ അവരുടെ പൊന്നോമനയുടെ വരവിനായുള്ള കാത്തിരിപ്പിലായിരുന്നു.